സാറ് പറഞ്ഞിട്ട് ഞാൻ ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗ് ചെയ്തു. ഞാൻ ചൂസ് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സിന് 1,00,000-ലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു സെയിൽസ് പോലും നടന്നിട്ടില്ല. എൻ്റെ ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 1, ചെക്ക് ഓഡിയൻസ് ഡെമോഗ്രാഫിക്സ്. ഇൻഫ്ലുവൻസർ ഹയർ ചെയ്യുന്നതിന് മുമ്പ് ഓഡിയൻസ് ഡീറ്റെയിൽ ചോദിക്കണം. ഏജ്, ജെൻഡർ, ലൊക്കേഷൻസ് ഇതെല്ലാം നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിൽ മാച്ച് ആകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. 2, എൻഗേജ്മെന്റ് ക്വാളിറ്റി. ഫോളോവേഴ്സ് കൗണ്ട് ഫോക്കസ് ചെയ്യരുത്, എൻഗേജ്മെന്റ് റേറ്റ് ആണ് പ്രധാനം. കമന്റ്സ്, ഡയറക്റ്റ് മെസ്സേജ്, സേവ്സ്, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ റിലേറ്റ് ചെയ്യുന്ന കോൺവെർസേഷൻ ഉണ്ടോ എന്ന് നോക്കണം. 3, ഇൻഫ്ലുവൻസറോട് പ്രൂഫ് ചോദിക്കണം. ഇൻസ്റ്റാഗ്രാം ഇൻസൈറ്റ്സ് സ്ക്രീൻഷോട്ട് ചോദിക്കാം, ക്രിയേറ്റീവ് സ്റ്റുഡിയോയിലെ ഡാറ്റ ചോദിക്കാം. അതുപോലെ തന്നെ ഒരുപാട് തേർഡ് പാർട്ടി ടൂൾസുകളുണ്ട്. അത് ഉപയോഗിച്ചാൽ യു വിൽ ഗെറ്റ് സം ഐഡിയ വെദർ ദെയർ ഫോളോവേഴ്സ് ബിലോങ്സ് ടു യുവർ ടാർഗറ്റ് ഓഡിയൻസ്. ഒരു ഇൻഫ്ലുവൻസിന്റെ ഫോളോവേഴ്സ് നമ്പറിനെ നോക്കി പണം കളയേണ്ട. ഓഡിയൻസ് റെലവൻസ് ആണ് ROIയുടെ മാസ്റ്റർ കീ.